വളരെ നിയമപരമായിട്ടുള്ള ഒരു എൻക്വയറിയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ക്രമക്കേട് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഈ എൻക്വയറി ചെയ്യുന്ന ആൾക്കാരുടെ ആരോപണമല്ല, അതൊരു രാഷ്ട്രീയ ആരോപണമായിട്ട് വന്നതല്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ കൃത്യമായിട്ട് ആദ്യം ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു കണ്ടെത്തലാണ്, അതൊരു ആരോപണമായിരുന്നില്ല. ആ കണ്ടെത്തലിനെ തുടർന്നാണ് ശ്രീ ഷോൺ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട പരാതികളുമായിട്ട് പോകുന്നത്. അപ്പൊ അതിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് എന്നുള്ള ഒരു ധാരണ ഉണ്ടാകുന്ന സമയത്താണ് അതിലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എൻക്വയറി ഉണ്ടാകുന്നത്. ആ എൻക്വയറി പോലും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് 2 സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവിധ കമ്പനികൾ 2 സംസ്ഥാനങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ 2 സംസ്ഥാനങ്ങളിൽ നടത്തിയിരുന്ന ഒരു അന്വേഷണത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കണ്ടെത്തലുകളും വീണയുടെ കമ്പനിക്ക് അല്ലെങ്കിൽ KSIDCക്ക് CMRLന് ഒക്കെ എതിരായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകണമെന്നും ഒരു സീരിയസ് ഫ്രോഡ് അവിടെ ഉണ്ടായിരിക്കാനുള്ള സാധ്യത കൂടി പരിഗണിച്ചതിന് ശേഷമാണ് ആദ്യം ഫോം ചെയ്തിരുന്ന ഒരു ടീമിനെ വിപുലീകരിച്ചുകൊണ്ട് പുതുതായിട്ടുള്ള ഒരു നേതൃത്വം അതിലേക്ക് കൊണ്ടുവരികയും 3 അഡീഷണൽ ആയിട്ടുള്ള ആൾക്കാരെ അതിലേക്ക് ചേർക്കുകയും ചെയ്തതിനു ശേഷം ഒരു 6 അംഗ സംഘം ഇപ്പോൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ നിന്ന് KSIDCക്ക് ഒരു റിലീഫ് കിട്ടിയില്ല എന്നതുപോലെ തന്നെ അവിടെ കർണാടകയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഒരു റിലീഫ് ശ്രീമതി വീണയ്ക്ക് കിട്ടാനുള്ള സാധ്യതകളും കുറവാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് അവരുടെ വെൽ വിത്തിൻ റൈറ്റ്സ് എന്ന് നമുക്ക് പറയാവുന്ന കാര്യമാണ്. തന്നെയുമല്ല അതിന് ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ചിരിക്കുന്നത് കേരള ഹൈക്കോടതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഭയവും ഇല്ല എങ്കിൽ, നിങ്ങൾക്കൊന്നും മറയ്ക്കാനില്ല എങ്കിൽ അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇന്ററിം ഓർഡറും അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അന്വേഷണം ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുത്തേണ്ടുന്ന ഒരു ആവശ്യം ഒരു കോടതിക്ക് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നേരെ മറിച്ച് അവിടെ ഒരു സേവനം ലഭിച്ചിട്ടില്ല, പക്ഷേ അവിടെ പണം കിട്ടിയിട്ടുണ്ട്. തന്നെയുമല്ല അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ആ സേവനം എന്താണ് എന്നതിനെ പറ്റി ആ കമ്പനിയിലുള്ള ആൾക്കാർക്ക് പോലും അറിയില്ല തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയെല്ലാം നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് വന്നിട്ട് അതിലൊരു മണി ലോണ്ടറിങ്ങിന്റെ സാധ്യത, അല്ലെങ്കിൽ ആരാണ് ഈ CMRL എന്ന് പറയുന്ന കമ്പനിയെ ഒക്കെ നിയന്ത്രിക്കുന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ അന്വേഷണത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ കണ്ട കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അന്വേഷണം ഏതെങ്കിലും രീതിയിൽ മരവിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം KSIDC കേരള ഹൈക്കോടതിയിൽ വന്നതിന് ശേഷം അവിടെ പറഞ്ഞിരുന്ന കാര്യം എന്താണ്? ഈ അന്വേഷണം എന്ന് പറയുന്നത് 3 തരത്തിൽ പ്രശ്നമാണ് എന്നാണ് അവർ പറഞ്ഞത്. അതിലൊന്ന് അവർ പറയുന്നത് ഇത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു അന്വേഷണമാണെന്നാണ്, ഇല്ലീഗലാണ് എന്നതിൽ അവർ പറയുന്നുണ്ട്. 2, ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള പൊതുതാൽപര്യം കണ്ടെത്താനായിട്ട് അവർക്ക് കഴിയുന്നില്ല, ആ ഒരു പൊതുതാൽപര്യം ബോധിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിലൊരു പൊതുതാൽപര്യം ഇല്ല എന്ന നിലയ്ക്കാണ് അവർ മറുപടി നൽകുന്നത്. തന്നെയുമല്ല ഈ വിവിധ അന്വേഷണ ഏജൻസികളുടെ മിസ്യൂസ് ഓഫ് പവർ ആണ്, അഥവാ അധികാര ദുർവിനിയോഗമാണ് അവർ നടത്തുന്നത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. തന്നെയുമല്ല ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞിരുന്ന വീണ വിജയന്റെ കമ്പനിയെ ന്യായീകരിക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇവരും ആവർത്തിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് ഉത്തരവ് കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ ഭാഗം കേട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പറഞ്ഞു. പക്ഷേ വളരെ കൃത്യമായിട്ട് ഈ കമ്പനികൾക്കെല്ലാം തന്നെ നോട്ടീസ് അയച്ചതിന് ശേഷമാണല്ലോ അവരിൽ നിന്ന് ഇൻഫർമേഷൻ എല്ലാം തന്നെ ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ തന്നെ ഒരു വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം, KSIDC കേരള ഹൈക്കോടതിയിൽ പോകുന്നത് കേവലം ഒരു സ്റ്റേ എന്നതിനപ്പുറത്തേക്ക് അവരുടെ ആ ഒരു പെറ്റീഷൻ നമ്മൾ പരിശോധിച്ചാൽ അത് കാണാം. അതിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇല്ലീഗലാണ് എന്നതുകൊണ്ടും, അതായത് അന്വേഷണ ഏജൻസികളുടെ ഭാഗമായിട്ട് നടക്കുന്ന നടപടികളെല്ലാം തന്നെ ഇല്ലീഗലാണ്, അത് അധികാര ദുർവിനിയോഗമാണ്, അതിൽ പൊതുതാൽപര്യമില്ല എന്നതുകൊണ്ട് ഈ ഓർഡർ ക്വാഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു എൻക്വയറിയുടെ ആവശ്യമേ ഇല്ല, സ്റ്റേ പോലും അല്ല പറയുന്നത്, പക്ഷേ ഈ ഉത്തരവ് ക്വാഷ് ചെയ്യണം. കാരണം അതിൽ അവർ പറയുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കേട്ടില്ല എന്നതുകൊണ്ട് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള നീതി അവിടെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. തന്നെയുമല്ല ഇവിടെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ROC ഇഷ്യൂ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ SFI ഒക്കെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഓർഡറുകളെല്ലാം തന്നെ നോൺ സ്പീക്കിംഗ് ഓർഡറാണ്. അതിൽ എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓർഡർ പുറത്താക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള റീസൺസും അതിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു നീതിയുടെ വയലേഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഓർഡറുകളെല്ലാം തന്നെ നോൺ സ്പീക്കിംഗ് ഓർഡറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരിതിനെപ്പറ്റി അങ്ങനെ സമീപിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിൽ വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം പിന്നീട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മനോരമ പത്രത്തിൽ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ആ മനോരമ പത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് CMRLനോട് KSIDC വിശദീകരണം ചോദിക്കുകയും എന്നാൽ ആ വിവരം അവർ ഈ അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ നിന്ന് മറച്ചു വെക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയുണ്ട്. അപ്പൊ ആ വാർത്തയുടെ വിശദാംശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ 2023 കഴിഞ്ഞ 2023 ഒക്ടോബർ മാസം 27-ാം തീയതി മലയാള മനോരമയുടെ ചീഫ് റിപ്പോർട്ടർ നൽകിയിരിക്കുന്ന ഒരു വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടിയായിട്ട് KSIDC കൊടുത്തിരിക്കുന്ന അവരുടെ റിപ്ലൈ ആണ്. ആ റിപ്ലൈയിൽ ആ അപേക്ഷയുടെ മറുപടിയിൽ അവർ കൊടുത്തിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ്: എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്കും അതിന്റെ ഉടമയ്ക്കും പണം നൽകിയതായി ബന്ധപ്പെട്ട ആദായ നികുതി തർക്കപരിഹാര ബോർഡിന്റെ കണ്ടെത്തലിൽ CMRLനോട് KSIDC റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നോ
ഉം. എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ആദായ നികുതി തർക്കപരിഹാര ബോർഡിന്റെ നടപടിയുടെ വിശദാംശങ്ങൾ കമ്പനിയിൽ നിന്ന് ആരാഞ്ഞിരുന്നു ഉം. എന്നാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായിട്ട് ഒരു ഓർഡർ ഉണ്ടാവുകയും ആ ഓർഡറിൽ CMRLനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു 13.4% സ്റ്റേക്കുള്ള നമ്മുടെ KSIDC എന്ന് പറയുന്ന കേരള സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനം അവരോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഈ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞതിന് ശേഷം തന്നെ ഇപ്പൊ ഏതാണ്ട് 2-3 മാസമായിട്ടുണ്ട്. അപ്പൊ അത്രയും കാലമായിട്ടുണ്ട്. ഇനി അവരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മറുപടി എന്താണ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഇവരുടെ ഉത്തരം മറുപടി ലഭ്യമായിട്ടില്ല എന്നാണ്.